വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കൊമേഴ്സ് കമ്പാനിയൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്താണ് ഇൻഡെക്സ് നമ്പർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, യൂസസ്, പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ, ലിമിറ്റേഷൻസ് ആൻഡ് കൈൻഡ് ഓഫ് ഇൻഡെക്സ് നമ്പർ. അതിൻ്റെ കൈൻഡിൽ ഒരെണ്ണം വരുന്നതാണ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ. പ്രൈസ് ഇൻഡെക്സ് നമ്പറിനെ നമുക്ക് രണ്ടായി തിരിക്കാം. അതിലൊന്നാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, ടെസ്റ്റ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, അതിൻ്റെ സ്റ്റെപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന മെത്തേഡുകളും പ്രോബ്ലവും. ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ, ഇൻഡെക്സ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഫിക്സഡ് ബേസ് ആൻഡ് ചെയിൻ ബേസ് മെത്തേഡ്, അതിൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, ഡിഫ്ലേറ്റിംഗ്, സ്പ്ലൈസിംഗ്, ബേസ് ഷിഫ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓരോ മെത്തേഡിൻ്റെയും സബ് മെത്തേഡുകളായിട്ട് നിരവധി ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഇൻഡെക്സ് നമ്പർ എന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിളിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെ മെഷർ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആവറേജസ് ആണ്. അതെപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലായിരിക്കും. ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഒരു സിംഗിൾ ഫിഗറിൽ ഇത് മെഷർ ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ഡയറക്റ്റ് മെഷർമെൻറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നിരവധി ചേഞ്ചസ് ഈ ഒരു ഇൻഡെക്സ് നമ്പർ വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കമ്പാരിസണും ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇൻഡെക്സ് നമ്പർ വഴിയായിട്ട് നമുക്ക് ചേഞ്ചസ് മെഷർ ചെയ്യാം. അതായത് ഒരു പീരീഡ് തുടങ്ങി മറ്റൊരു പീരീഡ് വരെയുള്ളത്, അതുപോലെ തന്നെ ഒരു പ്ലേസിൽ നിന്ന് അതർ പ്ലേസ്, അതുപോലെയുള്ള നിരവധിയുള്ള ചേഞ്ചസ് ഇൻഡെക്സ് നമ്പർ വഴി ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസ് വരുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡെക്സ് നമ്പർ വഴിയായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് കമ്പയർ ചെയ്യാനും മെഷർ ചെയ്യുന്നതിന് സാധിക്കുന്നു. ഒരു പീരീഡ് തുടങ്ങി നെക്സ്റ്റ് ഒരു പീരീഡിനകത്തേക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എല്ലാം ഇതുവഴി ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് ബിസിനസ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോളിസികൾക്ക് ഒരു ഗൈഡ് ലൈനായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന ഡിയർനെസ് അലവൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സിൻ്റെ ബേസിലാണ്. ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡ് വരെയുള്ള ചേഞ്ചസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രെൻഡും ടെൻഡൻസിയും, അതായത് ഒരു വേരിയബിളിൻ്റെ ടെൻഡൻസി എന്താണെന്നുള്ളതെല്ലാം ഈ ഒരു ഇൻഡെക്സ് വാല്യൂസ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് യൂസ്ഫുൾ ഫോർ ഡിഫ്ലേറ്റിംഗ്. ഇൻഡെക്സ് നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വേരിയബിളിൻ്റെ റിയൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നോമിനൽ വേജസിനെ റിയൽ വേജസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഉദാഹരണമാണ്. ഇൻഡെക്സ് നമ്പറിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന പ്രോബ്ലംസ്, അതായത് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്മൾ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ സ്പെസിഫിക് യൂസിന് യോജിക്കുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതാണ് ബേസ് പീരീഡ് സെലക്ട് ചെയ്യണം. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ കമ്പാരിസന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇയർ, അത് മേ ബി ഇയർ ആകാം, മന്ത് ആകാം, മേ ബി എ ഡേ ആകാം. എന്താണോ ബേസ് പീരീഡ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ് സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ്. ഏതൊരു ഇൻഡെക്സ് നമ്പർ ആണെങ്കിലും അതിൽ ഉൾക്കൊള്ളേണ്ടതും അതുപോലെ തന്നെ അതിൽ വേണ്ടാത്തതുമായിട്ടുള്ള കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഐറ്റംസ് ഉണ്ടാകും. സോ അതിൻ്റെ പ്രോപ്പർ സെലക്ഷനാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റംസിന് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എപ്പോഴും എൻഷുർ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് ഒബ്റ്റെയിനിങ് പ്രൈസ് കൊട്ടേഷൻ. പ്രൈസ് കൊട്ടേഷൻ എടുക്കുമ്പോൾ അത് ഏത് ഇൻഡെക്സ് ആണെങ്കിലും, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ കേസിലാണെങ്കിലും കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സിൻ്റെ കേസിലാണെങ്കിലും പ്രൈസ് കൊട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസുകളായിരിക്കാം മേ ബി മാർക്കറ്റിൽ ഉണ്ടാകുക. സോ അതുകൊണ്ട് തന്നെ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൈസ് കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആവറേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പറിൻ്റെ കൺസ്ട്രക്ഷനിൽ ഏത് ആവറേജാണോ സെലക്ട് ചെയ്യേണ്ടത് അത് ആ ഒരു പ്രാക്ടിക്കൽ പോയിൻ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ആവറേജ് വേണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ. നെക്സ്റ്റ് വരുന്നതാണ് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് വെയ്റ്റ്. വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഐറ്റത്തിന് വരുന്ന റിലേറ്റീവ് ഇമ്പോർട്ടൻസിനെയാണ് പറയുക.
ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയിലെ എല്ലാ ഐറ്റംസിനും ഒരേ ഇമ്പോർട്ടൻസ് അല്ല, അതായത് ഈക്വൽ ആയിട്ടല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റത്തിനും അലോക്കേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള വെയിറ്റ് ആയിരിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടായിരിക്കണം ഈ ഒരു വെയിറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് ഫോർമുല. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമുലാസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഐഡിയലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫിഷേഴ്സിൻ്റെ ഫോർമുലയാണ്. ഫിഷേഴ്സിൻ്റെ ഫോർമുല ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും അതുപോലെ തന്നെ ടൈം റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാലും ഇതിനും ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഏത് സിറ്റുവേഷൻ ആണെന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു ഫോർമുലാസ് സെലക്ട് ചെയ്യാൻ. ഏത് കാര്യത്തിനും ലിമിറ്റേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാമ്പിൾസിൻ്റെ ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റവും നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്തെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ എല്ലാ പർപ്പസിനും ഒരേപോലെ ആയിരിക്കില്ല. ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ഇൻഡെക്സ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡെക്സ് നമ്പർ എല്ലാ പർപ്പസും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. ഇറർ വരാനുള്ള ചാൻസ് ഇൻഡെക്സ് നമ്പറിലും ഉണ്ട്. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന വെയിറ്റ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിലും ഒക്കെ ഇറർ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു ആവറേജിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ആവറേജ് അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ലിമിറ്റേഷൻസും ഈ ഒരു ഇൻഡെക്സ് നമ്പറിനും ബാധിക്കുന്നു. ഇൻഡെക്സ് നമ്പർ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൈൻഡ്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ, അതായത് എങ്ങനെയൊക്കെയാണ് ഇൻഡെക്സ് നമ്പറിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന്. 4ആയിട്ടാണ് പറയുക. പ്രൈസ് ഇൻഡെക്സ്, ക്വാണ്ടിറ്റി ഇൻഡെക്സ്, വാല്യൂ ഇൻഡെക്സ്, സ്പെഷ്യൽ പർപ്പസ് ഇൻഡെക്സ് നമ്പേഴ്സ്. എന്താണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് നോക്കാം. പ്രൈസ് ലെവലിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് റിവീൽ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് പ്രൈസ് ഇൻഡെക്സസ്. ബികോമിൻ്റെ സിലബസിൽ ഇത് രണ്ടാണ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്. കാൽക്കുലേഷൻസിലെല്ലാം മെയിൻ അതിനെ 2 ഹെഡായിട്ട് തിരിക്കാം. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ അതായത് ഹോൾസെയിൽ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ്, മെയിൻലി ലാർജ് നമ്പർ ഓഫ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസസിലുണ്ടാകുന്ന ജനറൽ മൂവ്മെൻറ്റ് ഇതുവഴി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിന് മെയിൻലി 4 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് റിലേറ്റീവ്സ്, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. ഇതിൽ 3ാമത്തെ മെത്തേഡായിട്ട് വരുന്ന വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിനെ പിന്നെയും നമ്മൾ 6ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ലാസ്പിയേഴ്സ് ഫോർമുല, പാസ്കീസ് ഫോർമുല, ഫിഷേഴ്സ് ഫോർമുല, അതുപോലെ തന്നെ മാർഷോ എഡ്ജ്വർത്ത് ഫോർമുല, ബൗലി ഡോർബിഷ് ഫോർമുല, കെല്ലീസ് ഫോർമുല. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡും അതിൻ്റെ എല്ലാത്തിൻ്റെയും റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡാണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്. പേരിൽ പറയുന്ന പോലെ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണിത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഓരോ കമ്മോഡിറ്റിയുടെയും റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഇത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ലിമിറ്റേഷൻ. സോ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഈ P1ഉം P0 എന്ന് പറയുന്നത് പ്രൈസുകളാണ്. നമുക്ക് തന്നിട്ടുള്ള ആ ഡാറ്റാസ് ആയിരിക്കും. 2 പ്രൈസിൻ്റെ ഡാറ്റാസിനെയാണ് നമ്മൾ P0യും P1 എന്ന് പറഞ്ഞ് എഴുതുക. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നമുക്ക് ഡാറ്റാസ് തന്നിട്ടുണ്ട്. 2 വർഷത്തെ പ്രൈസ്. ഇവിടെ നമുക്ക് 2007 പ്രൈസും ഉണ്ട്, അതുപോലെ തന്നെ 2008 പ്രൈസും ഉണ്ട്. ഈ 2 പ്രൈസിനകത്ത് ഏതാണ് P1 P0 എന്നുള്ളതായിരിക്കും കൺഫ്യൂഷൻ. ഏറ്റവും കുറഞ്ഞത് നമുക്ക് P0 ആയിട്ട് എടുക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ഇയറാണ് നമ്മൾ P1 ആയിട്ട് എടുക്കേണ്ടത്. സോ ഇങ്ങനെ ഇനി നമുക്കിത് രണ്ടിൻ്റെയും സിഗ്മ കണ്ടുപിടിക്കാം. നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കതൊരു ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസ് എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സിഗ്മ P1 വേണം, അതുപോലെ തന്നെ P0യുടെയും സിഗ്മ നമുക്ക് വേണം. നമുക്കിവിടെ P0 എന്ന് പറയുന്നത് 2007 വാല്യൂ ആണ്, അതുപോലെ തന്നെ 2008 വാല്യൂ ആണ് P1 ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ചെയ്യുന്നതാണ് സിഗ്മ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ P0നെ എല്ലാത്തിനെയും ടോട്ടൽ ചെയ്യുമ്പോൾ
സിഗ്മ P0 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 53 ആണ്. അതുപോലെ തന്നെ P1 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ സിഗ്മ P1 കിട്ടും. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 59 ആണ്. സോ ഇനി നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ P1 ആണ് ആദ്യം. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 59. ഡിവൈഡ് ചെയ്യേണ്ടത് സിഗ്മ P0, അത് നമുക്ക് ഇവിടെ ഉള്ളത് 53 ആണ്, ഇൻറ്റു 100. സോ നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് 111.3. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ്. ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിനകത്ത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിലാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡാണ് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്. നമ്മൾ നേരത്തെ മെത്തേഡിൽ പറഞ്ഞു പ്രൈസ് റിലേറ്റീവ് കാണുന്നില്ല എന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്, നമ്മൾ ഓരോ കമ്മോഡിറ്റിയുടെയും പ്രൈസ് റിലേറ്റീവ് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഒരു പ്രൈസ് റിലേറ്റീവ് നമ്മൾ കാണുന്നതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതിൻ്റെ ഐ എന്നാണ് ആ പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുക. ഓരോ കമ്മോഡിറ്റിയുടെയും ഓരോ ഐറ്റത്തിൻ്റെയും ഈ ഒരു പ്രൈസ് റിലേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. സോ അത് കണ്ടുപിടിക്കാൻ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. സോ ഇനി നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു സിമ്പിൾ ആവറേജിൻ്റെ ആ ഒരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അരിത്തമെറ്റിക് മീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. സിഗ്മ ഐ, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന റിലേറ്റീവ് അതാണ് ഐ, അതിൻ്റെ ടോട്ടൽ എടുക്കുക ഡിവൈഡഡ് ബൈ എൻ. ഇനി നമുക്ക് ജോമെട്രിക് മീൻ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് ഐ ഡിവൈഡഡ് ബൈ എൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലോഗ് കണ്ടുപിടിക്കാനും ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാനുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ്ലി ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാനും ലോഗ് കണ്ടുപിടിക്കാനും ചെയ്യാം. സോ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് അധികം വരാമെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ അരിത്തമെറ്റിക് മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡിൽ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് അരിത്തമെറ്റിക് മീൻ വെച്ചിട്ടുള്ളതാണ്. സോ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഐറ്റംസ് തന്നിട്ടുണ്ട് ബേസ് ഇയർ, കറണ്ട് ഇയർ. അതായത് ഈ ബേസ് ഇയർ ആയിരിക്കും P0, കറണ്ട് ഇയർ ആയിരിക്കും P1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഐ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒരു ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഇതിനെ ഒരു ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഐറ്റംസ് എഴുതിയിട്ടുണ്ട് P0, P1. ദെൻ നമുക്കൊരു വേറൊരു കോളം വരുന്നത് ഓരോന്നിൻ്റെ റിലേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഓരോ കമ്മോഡിറ്റിയുടെയും നമുക്ക് കാണണം. ആദ്യത്തെ കമ്മോഡിറ്റിയുടെ എങ്ങനെയാണ് ഐ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. P1 നമുക്കുള്ളത് 7 ആണ്. സോ 7 ഡിവൈഡഡ് ബൈ P0 എന്ന് പറയുന്നത് 5 ആണ്, ഇൻറ്റു 100 ചെയ്യാം. സോ അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ആദ്യത്തെ ഐ. നമുക്ക് ആദ്യത്തെ മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. അതായത് 7 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100, 140 ആണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 ഓരോന്നിൻ്റെയും നമ്മൾ കാണണം. നമുക്ക് ഇവിടെ കിട്ടുന്നത് 120, ദെൻ 166.7, 90, 112.5. സോ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഐയുടെ സിഗ്മ ആവശ്യമുണ്ട്. അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ നമുക്കപ്പോൾ കിട്ടുന്നത് 629.2 ആണ്. സോ നമുക്ക് സിഗ്മ ഐ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷൻ ഇടാം. ഇക്വേഷൻ ഇതാണ് വരുന്നത്. സിഗ്മ ഐ ഡിവൈഡഡ് ബൈ എൻ ആണ്. എൻ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അതായത് 1, 2, 3, 4, 5 5 ഡാറ്റാസാണ് നമുക്കുള്ളത്. സോ നമുക്ക് ഇക്വേഷനിലേക്ക് ഈ ഒരു ഡാറ്റ അപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് 125.84 എന്താണ്. സോ ഇങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ജോമെട്രിക് മീനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഇതാണ്. ഡാറ്റാസ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ജോമെട്രിക് മീൻ ഉപയോഗിച്ചിട്ട് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ഈ ഡാറ്റാസിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ 4 കോളംസ് നേരത്തെയുള്ള ടേബിൾ ഉണ്ടായിരുന്നു. ആകെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് ലോഗ് ഐ. നമ്മളത് ഐ വരെ കണ്ടുപിടിക്കുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ. ദെൻ ഈ ഓരോ കണ്ടുപിടിക്കുന്ന ഐയുടെയും ലോഗരിതത്തിന് ടേബിൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ലോഗ് ഐ കണ്ടുപിടിക്കണം. സോ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റിലുള്ള ഡാറ്റാസ് എല്ലാം ഇതിലേക്ക് എഴുതാം.
ഡാറ്റാസ് എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഐ എല്ലാത്തിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഐ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് P1 എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. സോ നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടുന്നത് 120 ആണ്. അതുപോലെ തന്നെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. 125, 71.43, 120. സോ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി ഈ ഓരോന്നിൻ്റെയും ഐയുടെ എല്ലാം ലോഗരിതം കണ്ടുപിടിക്കുക. ലോഗ് ഐ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ നമുക്ക് എല്ലാത്തിൻ്റെയും ലോഗരിതം എഴുതാം. സോ നമ്മൾ എല്ലാത്തിൻ്റെയും ലോഗരിതം എഴുതിയിട്ടുണ്ട്. ലോഗരിതം ലോഗ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിതിൽ ടൈമിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. സോ ഇനി എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി ലോഗ് എല്ലാം കൂടി നമുക്ക് കൂട്ടി കഴിയുമ്പോൾ ഇതെല്ലാ വാല്യൂസും പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10.2340 ആണ്. സോ ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ വരുന്നത് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് ഐ ഡിവൈഡഡ് ബൈ എൻ. സോ നമുക്ക് ആദ്യം തന്നെ സിഗ്മ ലോഗ് ഐ ഡിവൈഡഡ് ബൈ എൻ എത്ര കിട്ടുന്നത് നോക്കാം. അതിൻ്റെ ആൻറ്റി ലോഗാണ്. സോ നമുക്ക് സിഗ്മ ഐ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ചേക്കുന്നത് 10.2340 ആണ്. 10.2340. നമുക്ക് എൻ എന്ന് പറയുന്നത് 5 ആണ്. സോ ഡിവൈഡഡ് ബൈ 5 ഇതിൻ്റെ ആൻറ്റി ലോഗാണ്. നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആൻറ്റി ലോഗ് ഓഫ് ഈ ഒരു നമ്പർ 2.0468 ആണ് നമുക്ക് കിട്ടുക. ഈ നമ്പറിൻ്റെ ആൻറ്റി ലോഗാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുമ്പോൾ അതും ലോഗരിതം ടേബിൾ ആൻറ്റി ലോഗരിതത്തിൻ്റെ ടേബിൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 111.4. സോ നമ്മൾ ഈ ഒരു കണക്ക് ജോമെട്രിക് മീൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇൻഡെക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ മെത്തേഡാണ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആ ഒരു പ്രൈസ് അതിൻ്റെ ഡാറ്റാസ് മാത്രം എടുത്തിട്ടുള്ള ഇൻഡെക്സിൻ്റെ രീതിയായിരുന്നു. ഈ വെയ്റ്റഡ് അഗ്രിഗേറ്റീവിൽ വരുന്നത് ആ ഓരോ കമ്മോഡിറ്റിയുടെയും വെയ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുകൂടെ കൂട്ടിയിട്ടൊരു ഫോർമുലയിൽ ഉൾപ്പെടുത്തുന്നതാണ്. സോ അതിന് മെയിൻലി നമ്മൾ ഈ ഒരു 6 മെത്തേഡുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ലാസ്പിയേഴ്സ് ഫോർമുല, പാസ്കീസ് ഫോർമുല, ഫിഷേഴ്സ് ഫോർമുല, അതുപോലെ തന്നെ മാർഷൽ എഡ്വേർഡ് ഫോർമുല, ബൗളീസ് ഡോർബിഷ് ഫോർമുല, കെല്ലീസ് ഫോർമുല. ഇങ്ങനെ ഈ ഒരു 6 മെത്തേഡുകളാണ് നമുക്കുള്ളത്. ഈ 6 മെത്തേഡിനകത്തും അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഒരൊറ്റ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് ഈ ഒരു 6 ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ പ്രോബ്ലം ചെയ്യാം. നമുക്കിതെല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ലാസ്പിയേഴ്സിൻ്റെ ഫോർമുലയാണ്. അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരിക? സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. അതായത് ഈ ഒരു ഫോർമുലയിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സീറോസിനാണ്. അതായത് നമ്മൾ ഓർക്കേണ്ടത് വെയിറ്റ് എപ്പോഴും നോക്കുന്നത് ബേസ് ഇയറിലാണ്. ബേസ് ഇയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്ന ഫോർമുലയാണ് ലാസ്പിയേഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കറണ്ട് ഇയറിൻ്റെ ക്വാണ്ടിറ്റീസിന് ഇവിടെ പ്രസക്തി ഇല്ല. അതായത് കറണ്ട് ഇയറിൻ്റെ ക്വാണ്ടിറ്റീസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു ഫോർമുലയിൽ. അതാണ് ഈ ഒരു ഫോർമുലയുടെ ഡ്രോബാക്ക് വരുന്നതും. മാത്രമല്ല നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് ടൈം റിവേഴ്സൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. അതെന്താണെന്ന് ഇനി വരുമ്പോൾ പറയാം. സോ ആ 2 ടെസ്റ്റുകളും ഈ ഒരു ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ഫോർമുല വരുന്നത് പാസ്കീസിൻ്റെ ഫോർമുലയാണ്. ഇവിടെ വരുമ്പോൾ കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസിന്, അതായത് വെയിറ്റ് എപ്പോഴും വരുന്നത് കറണ്ട് ഇയറിനാണ്. നമ്മുടെ ബേസ് ഇയർ ക്വാണ്ടിറ്റീസിന് ഈ ഒരു ഫോർമുലയിൽ ഇമ്പോർട്ടൻസ് വരുന്നില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് വരിക. നേരത്തെ ഫോർമുലയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് ബേസ് ഇയർ ക്വാണ്ടിറ്റീസിനായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ബേസ് ഇയർ ക്വാണ്ടിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പകരം കറണ്ട് ഇയർ വെയിറ്റിനാണ് ഇമ്പോർട്ടൻസ് വരിക. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഫിഷേഴ്സ് ഫോർമുല. ഇതാണ് മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമുല ആയിട്ട് അറിയപ്പെടുക. സോ ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100.
നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതായത് ഈ ഒരു ഫോർമുലയിൽ ബേസ് ഇയർ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോർമുല വളരെ ഐഡിയൽ ആണെന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഫോർമുലയും ടൈം റിവേഴ്സൽ ടെസ്റ്റും അതുപോലെ തന്നെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലാസ്പിയേഴ്സിൻ്റെ ഫോർമുലയിലും അതുപോലെ തന്നെ പാസ്കിയുടെ ഫോർമുലയിലും എല്ലാം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെല്ലാം ഈ ഒരു ഫിഷേഴ്സിൻ്റെ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്പിയേഴ്സിൻ്റെയും പാസ്കീസിൻ്റെയും ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഒരു ജോമെട്രിക് മീൻ ആണ് ഫിഷേഴ്സിൻ്റെ ഫോർമുല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്ന ഫോർമുല മാർഷൽ എഡ്ജ്വർത്ത് ഫോർമുല. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: സിഗ്മ P1Q0 പ്ലസ് സിഗ്മ P1Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0Q0 പ്ലസ് സിഗ്മ P0Q1 ഇൻറ്റു 100. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ആ ഒരു ഫോർമുലയാണ് ബൗളി ഡോർബിഷ് ഫോർമുല. അതിൻ്റെ ഫോർമുല വരുമ്പോൾ 1/2 ഇൻറ്റു സിഗ്മ P1Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0Q0 പ്ലസ് സിഗ്മ P1Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0Q1, അതിനെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇൻറ്റു 100. ദെൻ ലാസ്റ്റ് വരുന്ന മെത്തേഡാണ് കെല്ലീസിൻ്റെ. സോ കെല്ലീസിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് വരിക: സിഗ്മ P1Q ഡിവൈഡഡ് ബൈ സിഗ്മ P0Q. സോ നമ്മൾ ഇത്രയും നേരം ചെയ്തപ്പോൾ Q1ഉം Q0 P1 P0 ഒക്കെ ആയിരുന്നു. സോ നമുക്ക് ഇവിടെ മാത്രമാണ് Q. അപ്പോൾ Q എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നമുക്ക് ഈ Q എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെയ്തർ ഒന്നില്ലെങ്കിൽ Q1 ആയിട്ട് അല്ലെങ്കിൽ Q0യെ നമുക്ക് Q ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ Q എടുക്കുന്നത് ആവറേജ് ആണ്. അതായത് ഓരോ Q നമ്മൾ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് Q1 പ്ലസ് Q0 ഡിവൈഡഡ് ബൈ 2, അങ്ങനെ ആവറേജ് കണ്ടുപിടിച്ചിട്ടാണ് Q ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ഈ എല്ലാ ഫോർമുലാസും വരുന്ന പ്രോബ്ലംസിലേക്ക് കടക്കാം. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 പേരുടെ, അതായത് ലാസ്പിയേഴ്സിൻ്റെ, പാസ്കിയുടെ, ബൗളി ഡോർബിഷ്, ഫിഷേഴ്സ് മെത്തേഡ്, അതുപോലെ തന്നെ മാർഷൽ എഡ്ജ്വർത്ത്, ഇത്രയും ഡാറ്റാസിൽ നിന്ന് ഈ ഒരു 5 മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഐറ്റം തന്നിട്ടുണ്ട്, അതായത് കമ്മോഡിറ്റി തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഈ പ്രൈസ് നമുക്ക് 2 തന്നിട്ടുണ്ട്, ബേസ് ഇയറും കറണ്ട് ഇയറും. സോ ബേസ് ഇയർ ആണ് നമ്മുടെ P0, ദെൻ കറണ്ട് ഇയർ എന്ന് പറയുന്നത് P1. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും 2 തന്നിട്ടുണ്ട്, അതിൻ്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് Q0, കറണ്ട് ഇയർ എന്ന് പറയുന്നത് Q1. സോ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് ഒരു ടേബിൾ ഫോമിലേക്ക് എഴുതാം. അതുകൂടാണ്ട് നമുക്കറിയാം ഇക്വേഷൻ പഠിച്ചതനുസരിച്ച് എന്തൊക്കെ ഐറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ കമ്മോഡിറ്റി P0 Q1 Q0 Q1, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇത്രയും ഡാറ്റാസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. സോ നമുക്കത് എഴുതാനറിയാം. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കോളംസ് ഇതൊക്കെയാണ്: P1 Q0 P0 Q0 P1 Q1 P0 Q1. സോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് ആദ്യം എഴുതാം. സോ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ കോളംസും ഫില്ല് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് P1 Q0 ആണ്. സോ P1 Q0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളംസ് നോക്കാം. P1 അതുപോലെ തന്നെ Q0, ഈ 2 കോളംസും ഇൻറ്റു ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് കോളം നോക്കാം. 7 × 10 എന്ന് പറയുന്നത് 70. അതുപോലെ തന്നെ എല്ലാ കോളംസും ഫില്ല് ചെയ്യാം. 72 വരും, 120, ദെൻ 10. അതുപോലെ തന്നെ Q0 P0 Q0. സോ നമുക്ക് P0 Q0 4 × 10 40, പിന്നെയും 40, ദെൻ വരുന്നത് 90, 10. സോ ഈ കോളം ചെയ്തു. ഇനി വരുന്നത് P1 Q1 P1. സോ ഈ 2 കൂടെ ഇൻറ്റു ചെയ്യാം. 7 × 8 എന്ന് പറയുന്നത് 56. അതുപോലെ തന്നെ 2 കോളംസ് ഇൻറ്റു ചെയ്ത് പോരുമ്പോൾ 54, 96, 12. ഇങ്ങനെയാണ് വാല്യൂസ് ഇട്ടത്. നമുക്കിനി ലാസ്റ്റ് വേണ്ടത് P0 Q1. P0യും വേണം, Q1ഉം. സോ 4 × 8 32, ദെൻ 30, 72, 12. സോ ഇങ്ങനെ ഇത്രയും
വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിനെല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ, കാരണം നമുക്ക് എല്ലാത്തിൻ്റെയും സിഗ്മയാണ് ആവശ്യമുള്ളത്. സോ ഈ 4 ടേബിൾസിൻ്റെയും സിഗ്മ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ P1 Q0 ഇതിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് 272, അതുപോലെ ഇതിൻ്റെ 180, ദെൻ 218, 146. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു ഫോർമുലാസിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഓർക്കേണ്ടത് ഫോർമുലാസ് ആയിട്ടാണ് നിങ്ങൾ തറവായിട്ടിരിക്കേണ്ടത്. ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഫോർമുലാസ് മറന്നു പോകാണ്ടിരിക്കാനാണ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ലാസ്റ്റ് പിയേഴ്സിൻ്റെ ചെയ്യാം. സോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ്. ഇവിടെ P1 Q0 അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 272 ആണ്. സോ 272, ദെൻ P0 Q0യുടെ സിഗ്മ എത്രയെന്ന് നോക്കാം, 180 ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 151.11. സോ ആ മെത്തേഡിൽ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് പാസ്കിയുടെ മെത്തേഡിലാണ്. സോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സിഗ്മ P1 Q1, അതായത് Q1 ഇമ്പോർട്ടൻസ്. അടിയിൽ P0 അതുപോലെ തന്നെ നിൽക്കും, Q1 ആണ് വരിക, ഇൻറ്റു 100. സോ സിഗ്മ P1 Q1 എത്രയെന്ന് നോക്കാം, 218 ആണ്. സോ ദെൻ അടിയിൽ വരുന്നത് സിഗ്മ P0 Q1 എത്രയെന്ന് നോക്കാം. P0 Q1 വരുന്നത് 146 ആണ്. സോ നമുക്ക് എഴുതാം, ഇൻറ്റു 100 ആണ് വരുന്നത്. എമൗണ്ട് 149.32 ആണ് കിട്ടുക. സോ ഇത് നമുക്ക് റബ് ചെയ്തിട്ട് ബാക്കി എഴുതാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബൗളി ഡോർബിഷ് ആണ്. ബൗളി ഡോർബിഷ് ഈ ഒരു ഫോർമുലേനെ L-P ഈ ഒരു ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഹാഫ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇക്വേഷനിലേക്ക് നമുക്കുള്ള കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാം. സോ ഹാഫ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് സിഗ്മ P1 Q0 അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 272. സോ അത് ഡിവൈഡ് ചെയ്യാം. P0 Q0 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. P0 Q0 എന്ന് പറയുന്നത് 180 പ്ലസ് ഇനി P1 Q1ൻ്റെ സിഗ്മ എന്ന് പറയുന്നത് 218. ദെൻ അത് ഡിവൈഡ് ചെയ്യേണ്ടത് P0 Q1 അത് 146 ആണ്. ദെൻ അത് ഇൻറ്റു 100. സോ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെയും സെപ്പറേറ്റ്ലി വാല്യൂ കണ്ടുപിടിക്കാം. സോ ഹാഫ് ഓഫ് ഇതിൻ്റെ വാല്യൂ 272 ഡിവൈഡഡ് ബൈ 180 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.511. ദെൻ അതുപോലെ തന്നെ 218 ഡിവൈഡഡ് ബൈ 146 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.493 ആണ്, ഇൻറ്റു 100. സോ നമ്മുടെ വാല്യൂ മുകളിലേക്ക് എഴുതാം. ഇനി നമ്മൾ എഴുതേണ്ടത് ഇത് രണ്ടും കൂടി കൂട്ടാം. സോ ഹാഫ് ഇൻറ്റു നമ്മളിത് കൂട്ടുമ്പോൾ 1.511 അതുപോലെ തന്നെ 1.493 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.004 ആണ്. സോ അത് ഇൻറ്റു 100. സോ നമുക്ക് ചെയ്യാം. 3.04 നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2. സോ ഇതാണ് നമ്മുടെ വാല്യൂ. സോ നമ്മുടെ ഈ ഒരു മെത്തേഡിനകത്ത് ആൻസർ വരുന്നത് 150.2 ആണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫിഷേഴ്സിൻ്റെ മെത്തേഡാണ്. ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ നമുക്ക് കിട്ടുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് റൂട്ട് ഓഫ് സിഗ്മ P1 Q0, അതായത് നമ്മുടെ ആദ്യം ചെയ്ത രണ്ട് മെത്തേഡിൻ്റെയും കൂടെ ഒരു കമ്പൈൻ ആയിട്ട് വരുന്നൊരു ഇക്വേഷനാണ് സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. സോ ഈ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതാം. ഓൾറെഡി ഇനിയും പറയുന്നില്ല. റൂട്ട് ഓഫ് ഇതിൻ്റെ ആൻസർ വരുന്നത് 272 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു ഇതിൻ്റെ വരുന്നത് 218 ഡിവൈഡഡ് ബൈ 146 ഇൻറ്റു 100.
സോ നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു വാല്യൂ കിട്ടുന്നത് √511 ഇൻറ്റു 1.4932 ഇൻറ്റു 100 ഉണ്ട്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 1.5111 ഇൻറ്റു 1.4932. സോ ഇതാ കിട്ടുന്നതിന് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് റൂട്ട് കാണാം. റൂട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.5021 4 എഴുതാം ഇൻറ്റു 100. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 150.21. സോ ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ. ഒരു മെത്തേഡും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. സോ നമുക്കിത് റബ്ബ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാർഷൽ എഡ്ജ്വർത്ത് ആ ഒരു മെത്തേഡാണ്. സോ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1 ഇൻറ്റു 100. സോ നമുക്ക് ഡാറ്റാസ് എല്ലാം ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്യാം. സിഗ്മ P1 Q0 എന്ന് പറയുന്നത് 272 ആണ്. ദെൻ അത് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് പ്ലസ് ചെയ്യണം. പ്ലസ് മുകളിനകത്ത് ഇത്ര നോക്കാം. സിഗ്മ P1 Q1 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം 218 ആണ്. സോ 218 നമുക്ക് ഇടാം. ഡിവൈഡഡ് ബൈ ഇനി നമുക്ക് വേണ്ടത് സിഗ്മ P0 Q0 ആണ്. സോ സിഗ്മ P0 Q0 എന്ന് പറയുന്നത് 180 ആണ്. 180 പ്ലസ് സിഗ്മ P0 Q1 അതായത് 146 അത് നമ്മൾ ഇട്ടു. ദെൻ ഇൻറ്റു 100. ഇനി ആദ്യം തന്നെ ഈ രണ്ട് വാല്യൂസിനെ പ്ലസ് ചെയ്യാം. സോ ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 490 ഡിവൈഡഡ് ബൈ 326 ഇൻറ്റു 100. സോ ഇതിനാദ്യം ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 150.31. സോ ഇങ്ങനെയാണ് ഈ ഒരു 5 മെത്തേഡിനകത്തുള്ള ഇൻഡെക്സ് നമ്പറിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. കെല്ലിയുടെ മെത്തേഡ് നമ്മൾ ചെയ്തിട്ടില്ല. സോ അതിന് വേണ്ടി വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് നമുക്ക് പ്രൈസ് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. സോ നമ്മുടെ കെല്ലിയുടെ ഫോർമുല എഴുതി എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം തന്നെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസ് എല്ലാം പ്ലോട്ട് ചെയ്തു. അതായത് കമ്മോഡിറ്റി ഉണ്ടായിരുന്നു P0 Q0, അതുപോലെ തന്നെ P1 Q1 ഇതെല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ആദ്യം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് അറിയാം. സിഗ്മ P1 Q ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q ഇൻറ്റു 100 ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് Q ആണ് അറിയില്ലാത്തൊരു കാര്യം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പ്രോബ്ലം ഒക്കെ ചെയ്തുകൊണ്ട് ഏകദേശം നമുക്കറിയാം. സോ Q എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് 2 ക്വാണ്ടിറ്റീസ് ഉണ്ട്, Q0 ഉണ്ട്, Q1 ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് അതായത് Q0 പ്ലസ് Q1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതായിരിക്കും ഈ Q എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പ്ലസ് 8 18 ഡിവൈഡഡ് ബൈ 2 18 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9. അതുപോലെ തന്നെ 8 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 കിട്ടുന്നത് 10. പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ 10 തന്നെ കിട്ടാം. പിന്നെ കിട്ടുന്നത് 17.5. സോ ഇങ്ങനെയാണ് നമുക്ക് Q കിട്ടാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ P1 ഇൻറ്റു Q1 ചെയ്യണം, അതുപോലെ തന്നെ P0 ഇൻറ്റു Q1 ചെയ്യണം. P1 ഇൻറ്റു Q എന്ന് പറയുമ്പോൾ ഈ Q ഇൻറ്റു ഓരോ ഡാറ്റാസ് P1 ആയിട്ട്, അതായത് 9 ഇൻറ്റു 5 അത് നമുക്ക് കിട്ടുന്നത് 45, അതുപോലെ തന്നെ 40, 60, 52.5 ഇങ്ങനെയാണ് നമുക്ക് ഡാറ്റാസ് ഇടുക. അതേപോലെ തന്നെ P0 ഇൻറ്റു Q എന്ന് പറയുമ്പോൾ നമ്മുടെ Qൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 9 ഇൻറ്റു P0 ആണ് ചെയ്യേണ്ടത്. സോ P0 ഇവിടെ എത്രയാണ് 4. അപ്പോൾ 9 ഇൻറ്റു 4 എന്ന് പറയുന്നത് 36, അതുപോലെ തന്നെ 50, 30, 35. സോ ഇത് രണ്ടിൻ്റെയും സിഗ്മ നമുക്കിനി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 197.5. ഇതിൻ്റെ ടോട്ടൽ കിട്ടുന്നത് 151. ഇനി നമുക്കിത് ഇക്വേഷനിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇക്വേഷനിൽ വരുമ്പോൾ ആദ്യം തന്നെ വരുന്നത് സിഗ്മ P1 Q എന്നാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് 197.5 ഡിവൈഡഡ് ബൈ
സിഗ്മ P0Q അതിൻ്റെ എമൗണ്ട് 151 ഇൻറ്റു 100. സോ നമ്മുടെ എമൗണ്ട് വരുന്നത് 130.79. ഇതാണ് നമ്മുടെ കെല്ലിയുടെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വരുന്ന ഇൻഡെക്സിൻ്റെ കാൽക്കുലേഷൻ. സോ നമ്മുടെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ 6 ഫോർമുലാസ് നമുക്കുണ്ടായിരുന്നു. ആ 6ൻ്റെയും പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനം 4ാമത്തെ മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെയ്റ്റ് തന്നെയാണ്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ തന്നെ വെയ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വെയ്റ്റ് നമ്മൾ കൊടുക്കുന്നത് സാധാ ഒരു ഡാറ്റയ്ക്കല്ല നമ്മൾ കൊടുക്കുന്നത്, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് കണ്ടുപിടിക്കുന്ന കമ്മോഡിറ്റിയുടെ ആ ഒരു എമൗണ്ട്, അതായത് ഐക്കാണ് നമ്മൾ ഈ വെയ്റ്റ് അസൈൻ ചെയ്യുക. സോ അങ്ങനെ വരുന്നതാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. അത് നമുക്ക് 2 രീതിയിൽ അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ജോമെട്രിക് മീൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: സിഗ്മ IV ഡിവൈഡഡ് ബൈ സിഗ്മ V. ഈ I എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഓരോന്നിൻ്റെയും അതാണ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിന് V എന്ന് പറയുന്നത് ഇവിടെ വെയിറ്റ് ആണ്. വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ആ വെയിറ്റ് വെച്ച് ഇൻഡ്യൂ ചെയ്യുന്നതാണ് IV. സോ അതിൻ്റെ സിഗ്മ നമുക്ക് വേണം, അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ സിഗ്മ V. ഇനി നമ്മൾ ജോമെട്രിക് മീനാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ജോമെട്രിക് വരുമ്പോൾ അപ്പോൾ ലോഗും ആൻറ്റി ലോഗും ആപ്ലിക്കബിൾ ആവുന്നുള്ളതാണ്. ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് I ഇൻറ്റു V ഡിവൈഡഡ് ബൈ സിഗ്മ V. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ലോഗ് കണ്ടുപിടിക്കുന്നു, ഐയുടെ ലോഗ് കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ ഈ ടോട്ടൽ ആൻസറിൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുന്നതായിരിക്കും നമ്മുടെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്കിതിൻ്റെ പ്രോബ്ലം അരിത്തമെറ്റിക് മീൻ്റെയും ജോമെട്രിക് മീൻ്റെയും ചെയ്തു നോക്കാം. അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കമ്മോഡിറ്റി ഉണ്ട്, വെയിറ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്. പ്രൈസ് 2 വർഷത്തെ തന്നിട്ടുണ്ട്, അതായത് ബേസ് ഇയർ ഉണ്ട്, P0 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ P1 നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമുക്കപ്പോൾ I കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്കിതിനെ ഒരു ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. നമുക്ക് വേണ്ട ഡാറ്റകളെല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത്രയും കോളംസാണ് വരാം. കമ്മോഡിറ്റീസ്, വെയിറ്റ്, P0 ദെൻ Q1, P1, IV. ഇത് നമുക്ക് I എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. സോ I കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 ആണ് നമുക്ക് I കിട്ടുന്നത്. സോ 20 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100 എന്ന് പറയുന്നത് 125 ആണ്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ എഴുതാം 150, 100, 122.1, ദെൻ ലാസ്റ്റ് വരുന്നത് 75. ഇനി IV ആണ്, അതായത് I ഇൻറ്റു വെയിറ്റ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന I നമുക്കറിയാം, ഇതിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ V എന്ന് കാണിക്കുന്നത്. സോ ഇതിനെ 40 ഇൻറ്റു 125 എന്ന് പറയുന്നത് 5000 ആണ്. ദെൻ അതുപോലെ തന്നെ 25 ഇൻറ്റു 150 3750. ദെൻ നമുക്ക് കിട്ടുന്നത് 500, 2442, ദെൻ 750. ഇനി ഇതിന് നമുക്ക് ടോട്ടൽ വേണം, കാരണം സിഗ്മ IV ആവശ്യമുള്ളതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12442 ആണ്. ദെൻ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സിഗ്മ IV ഡിവൈഡഡ് ബൈ സിഗ്മ V ഇൻറ്റു 100 ആണ്. സോ ഇതിൻ്റെയും കൂടി ടോട്ടൽ കാണാം. ഇതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ആണ്. സോ നമുക്കിവിടെ 100 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. സിഗ്മ IV ഉള്ളത് 12442 ആണ്. ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് 100 ആണ്. ഇൻറ്റു ഇല്ല. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 124.42 എന്നുള്ളതാണ്. സോ ഇതാണ് ഈ ഒരു മെത്തേഡിൽ, അതായത് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ട് ഒരു വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡിനകത്ത് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് വെയ്റ്റഡ് ഈ ഒരു മെത്തേഡ് തന്നെ ജോമെട്രിക് മീൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി ലോഗും ഇതിനകത്ത് വരുന്ന മാത്രമേ വ്യത്യാസമുള്ളൂ. സോ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇൻഡെക്സസും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് തന്നിട്ടുണ്ട്.
അതായത് ഇവിടെ നമ്മൾ ഐ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഐ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഐ നമുക്ക് തന്നിട്ടുണ്ട്, ഡബ്ല്യു വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, വിയും നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ലോഗ് ഐ കാണണം, പിന്നെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ ആൻറ്റി ലോഗ് കാണുക എന്നുള്ളതാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻഡെക്സ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഐ സെപ്പറേറ്റ്ലി നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരു ടേബിൾ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസ് എല്ലാം നമ്മളൊരു ടേബിൾ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കമ്മോഡിറ്റീസ്, അതുപോലെ തന്നെ ഇൻഡെക്സസ് ആണ് ഐ, ദെൻ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് വി. സോ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലോഗ് ഐ ആണ്, അത് ലോഗരിതം ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. സോ ഓരോന്നും നമുക്ക് എഴുതാം. 2.0414 ഇനി ഡയറക്റ്റ് താഴേക്കെല്ലാം എഴുതാം. സോ നെക്സ്റ്റ് വരുന്നത് ലോഗ് ഐ, അതായത് ഈ എമൗണ്ടും ഇൻറ്റു വെയിറ്റ്, ഇത് ചെയ്യുന്ന വാല്യൂ ആണ്. ഇപ്പോൾ 2.0414 ഇൻറ്റു 50. സോ അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 30.6210, അതുപോലെ തന്നെ 22.535530, ദെൻ 27.6120, 39.6508, 13.10, 6728. സോ ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്. ഇനി ഇതിൻ്റെ ലോഗ് ഐ വിയുടെ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ സിഗ്മ ലോഗ് ഐ വി എന്ന് പറയുന്നത് 134.1096 ആണ്. സോ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് ഐ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സിഗ്മ വി. സോ സിഗ്മ വിയും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ആയി ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ആണ്. സോ ദെൻ ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ഐ ഇൻറ്റു വി എന്ന് പറയുന്നത്, സിഗ്മ ലോഗ് ഐ ഇൻറ്റു വി എന്ന് പറയുന്നത് 134.1096 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ സിഗ്മ വി, അതായത് വെയിറ്റിൻ്റെ സിഗ്മ, അതിൻ്റെ എമൗണ്ട് 60 ആണ്. ദെൻ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കേണ്ടത്, ആൻറ്റി ലോഗ് ഓഫ് ഇതിൽ കിട്ടുമ്പോൾ നമ്പർ 2.2352, ഇതിൻ്റെ ആൻറ്റി ലോഗിൻ്റെ ആൻസർ വരുന്നത് 171.9. സോ ഇങ്ങനെയാണ് ഈ ഒരു ജോമെട്രിക് മീനിനകത്ത് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി മറ്റൊരു സിറ്റുവേഷൻ ഈ ഒരു മെത്തേഡിൽ പറയാനുള്ളത്, അതായത് നമുക്ക് വെയിറ്റ് തന്നിട്ടില്ലെങ്കിൽ, വെയിറ്റ് തരാത്ത സിറ്റുവേഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് P0യും തന്നിട്ടുണ്ട്, Q0യും തന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എന്ന് നമുക്ക് പറയുന്നത് P0 ഇൻറ്റു Q0 ആണ്. ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. വെയിറ്റ് എന്ന് പറയുന്നത് P0 ഇൻറ്റു Q0 ആണ്. നമുക്ക് വെയിറ്റ് അതേ രീതിയിൽ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റുകളെല്ലാം കണ്ടക്ട് ചെയ്യുക. മെയിൻലി 5 ടൈപ്പാണ് അതിന് പറയുക: യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, സർക്കുലർ ടെസ്റ്റ്, കമ്മോഡിറ്റി റിവേഴ്സൽ ടെസ്റ്റ്. ഫസ്റ്റ് വരുന്ന ടെസ്റ്റാണ് യൂണിറ്റ് ടെസ്റ്റ്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻഡെക്സ് നമ്പർ എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആണ് ഇതുവഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഡെക്സുകളും ഈ ഒരു യൂണിറ്റ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്ന മെത്തേഡാണ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. നമ്മളൊരു ഇൻഡെക്സ് നമ്പർ എടുക്കുമ്പോൾ അത് കമ്പാരിസണൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വഴിയായിട്ട് എത്രമാത്രം അക്യുറേറ്റ് ആണ് നമ്മുടെ ആ ഒരു ഇൻഡെക്സ് നമ്പർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു ഇൻഡെക്സ് നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് ഈക്വൽ ടു 1 വരുന്നുണ്ടോ, സോ അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോക്കുന്ന ടൈം റിവേഴ്സൽ ടെസ്റ്റ്, അത് ഓരോ ഫോർമുലാസും ഈ ഒരു ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമ്മൾ ആദ്യം നിന്ന് നോക്കുന്നത് അതിൻ്റെ ആ ഒരു കണ്ടീഷനാണ്. ടൈം റിവേഴ്സൽ ടെസ്റ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് P01 ഇൻറ്റു P10 ഈക്വൽ ടു 1 വരണം. P01 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻസ് ആണ് P01 എന്ന് പറയുന്നത്. ഇനി P10 എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1 കിടക്കുന്ന സ്ഥാനത്തെല്ലാം 0യും 0 കിടക്കുന്ന ഭാഗത്തെല്ലാം 1ഉം ആയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ആൻസറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, അത് എങ്ങനെയാണ് P10 കിട്ടുന്നതെന്ന് കറക്റ്റായിട്ട് പറയാം. സോ ഫസ്റ്റ് തന്നെ വരുന്നത് ലാസ്റ്റ് പിയേഴ്സിൻ്റെ ഫോർമുലയാണ്.
അതിനകത്ത് നമുക്ക് കണ്ടീഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കണ്ടേ. ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്താലാണ് അതൊരു നല്ലൊരു ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുക. സോ P01 ഇൻറ്റു P10 ഈക്വൽ ടു 1 കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് P01 എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പിയേഴ്സിൻ്റെ ആ ഫോർമുല തന്നെ എടുത്ത് എഴുതിയാൽ മതി. സോ അതിൻ്റെ ഫോർമുല സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് ഇൻറ്റു ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് P10 കണ്ടുപിടിക്കണം. സോ P10 കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്താ? 1 എല്ലാം 0 ആയിട്ടും 0 എല്ലാം 1 ആയിട്ടും. ഈ 1ഉം 0 ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് എഴുതാം സിഗ്മ, ഇവിടെ 1 ആണല്ലോ, സിഗ്മ P1 എന്നുള്ളത് എന്ത് എഴുതണം? P0 ആകണം. Q0 എന്നുള്ളത് Q എഴുതാം, ഈ 0 മാറ്റി 1 ആക്കുക. ദെൻ സിഗ്മ P0 എന്നുള്ളത് എന്താക്കുക? P1 ആക്കുക. Q0 എന്നുള്ളത് എന്താക്കുക? 0 മാറ്റി 1 ആക്കുക. സോ നമ്മുടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഇത് വെട്ടി വെട്ടി പോകണം. അപ്പോൾ ഈക്വൽ ടു 1 കിട്ടണം. സോ നമുക്ക് ഈക്വൽ ടു 1 കിട്ടേണ്ടതെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ഏതെങ്കിലും വെട്ടി പോകണ്ടോ എന്ന് നോക്കാം. കട്ട് ചെയ്ത് നമ്മൾ മാത്സിലൊക്കെ ഇക്വേഷൻസ് കട്ട് ചെയ്യുന്ന രീതി തന്നെ. സോ P0 Q0 നമുക്കില്ല. സോ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ P1 Q0 അതുമില്ല. അത് ഇങ്ങനെ കിടന്നാൽ കട്ട് ചെയ്യാൻ പറ്റില്ല, ഓപ്പോസിറ്റ് വന്നാലാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക. സോ ഒന്നും തന്നെ കട്ട് ചെയ്ത് പോവില്ല. സോ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഈക്വൽ ടു 1 വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് പിയേഴ്സിൻ്റെ ഫോർമുല ഈ ഒരു ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്കിനി പാസ്കിയുടെ ഫോർമുല നോക്കാം. നമുക്ക് പാസ്കിയുടെ ഫോർമുല എഴുതാം. ഇങ്ങനെ തന്നെയാണ് P01 ഇൻറ്റു P10 ഈക്വൽ ടു നമുക്ക് 1 കിട്ടണം. അത് നമുക്ക് നോക്കാം. അതിൻ്റെ ആ സാധാ P1 നമുക്ക് സാധാ ഇക്വേഷനാണ് പാസ്കിയുടെ. അതിന് മുമ്പ് പാസ്കീസ് മെത്തേഡാണ്. സോ ഇക്വേഷൻ വരുന്നത് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ആണ്. സോ ഇനി നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്യാം. ഇൻറ്റു P10 കിട്ടാത്തതിന് വേണ്ടിയിട്ട് 1 എല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കുക. സിഗ്മ P0 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P1 Q0. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. സോ നമുക്ക് ഏതെങ്കിലും കട്ട് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നോക്കാം. P0 Q0 കട്ട് ചെയ്യാൻ പറ്റില്ല. P1 Q1 ഇതും ഇതിനോട് കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇതും കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഈക്വൽ ടു 1 വരുന്നില്ല. ഈ ഒരു പാസ്കിയുടെ മെത്തേഡിലും ടൈം റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് നമുക്ക് കെല്ലിയുടെ ഫോർമുല എടുത്ത് നോക്കാം. കെല്ലീസിൻ്റെ ഫോർമുല നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ P01 ഇൻറ്റു P10 വരുന്നത് P01 നമുക്കറിയാം, അതിൻ്റെ കെല്ലിയുടെ ഫോർമുലയാണ് P1 Q ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q ആണ്. സോ അതിനെ 1 ഉള്ളതിനെയൊക്കെ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ P1 മാറ്റിയിട്ട് P0 Q ദെൻ സിഗ്മ P1 Q. സോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് പോകുന്നു. സോ അതുകൊണ്ട് തന്നെ കെല്ലിയുടെ ഫോർമുല ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഈക്വൽ ടു 1 നമുക്ക് കിട്ടും. സോ എല്ലാം പോയി കഴിയുമ്പോൾ ലാസ്റ്റ് 1 വരുമല്ലോ. സോ അതുകൊണ്ട് തന്നെ കെല്ലിയുടെ ഫോർമുല ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു, ടൈം റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഇനി നമുക്ക് ഫിഷേഴ്സിൻ്റെ ഫോർമുല നോക്കാം. ആദ്യം തന്നെ ഫിഷേഴ്സിൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. P01 ഇൻറ്റു P10 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ P01 എന്ന് പറയുന്നത് റൂട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1. സോ നമ്മുടെ ഫിഷേഴ്സിൻ്റെ ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടത് രണ്ടും റൂട്ട് തന്നെയാണ്, റൂട്ട് ഓഫ്, അതുകൊണ്ട് തന്നെ ഒറ്റ റൂട്ടിൽ കൊടുക്കാം. ഇൻറ്റു ചെയ്യേണ്ടത് ഇത് രണ്ടും സെപ്പറേറ്റ്ലി, ഇനി അതായത് സിഗ്മ ചേഞ്ച് ചെയ്യാം, P0 ദെൻ Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P1 Q1 ചേഞ്ച് ചെയ്തു. ദെൻ അതിന് ഇൻറ്റു ചെയ്യേണ്ടത് സിഗ്മ P0 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P1 Q1. സോ ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നിന്ന് തുടങ്ങാം.
സോ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ P1 Q0 കട്ട് ചെയ്തു. ഇനി ഇവിടെ കട്ട് ചെയ്യാനായിട്ട് ഇത് ഇവിടെ ഉണ്ട് P1 Q0 നമ്മൾ കട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് P0 Q0 ആണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ദെൻ P1 Q1 അത് ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ വരുന്നത് P0 Q1 അതും നമുക്ക് ഓപ്പോസിറ്റ് കട്ട് ചെയ്യാൻ കിട്ടി. സോ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇതും സാറ്റിസ്ഫൈ ഈക്വൽ ടു 1 വരുന്നു. ഫിഷേഴ്സിൻ്റെ ഫോമുലയും ടൈം റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ നെക്സ്റ്റ് നമുക്ക് മാർഷൽ എഡ്ജ്വർത്തിൻ്റെ ഫോമുല നോക്കാം. സോ അതിൻ്റെ ഇതേ രീതിയിൽ തന്നെ P0 1 ഇൻറ്റു P10 ഈക്വൽ ടു നമുക്ക് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ P0 1 എഴുതാം. സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P1 Q1. സോ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി ഇൻറ്റു ഇതേ രീതി തന്നെ P1 എന്ന് പറയുമ്പോൾ സിഗ്മ P0 വരും, Q0 മാറി Q1 വരും, പ്ലസ് സിഗ്മ P0 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P1 Q1 പ്ലസ് സിഗ്മ P1 Q0. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിവിടെ നോക്കുമ്പോൾ സിഗ്മ P1 Q0 അതുപോലെ തന്നെ പ്ലസ് സിഗ്മ P1 Q1 അത് നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഇത് രണ്ടും വെട്ടിപ്പോകും. സോ അതുപോലെ തന്നെ സിഗ്മ P0 Q0 ദെൻ സിഗ്മ P1 Q1 ദെൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിഗ്മ P0 Q0 ഉണ്ട്. അതുപോലെ തന്നെ സിഗ്മ P0 Q1 ഉണ്ട്, അതിവിടെ ഉണ്ട്. സോ ഇതും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഈക്വൽ ടു 1 നമുക്ക് വരുന്നുണ്ട്. സോ ഈ മാർഷലിൻ്റെ ആ ഒരു ഫോർമുലയും നമ്മുടെ ടൈം റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു എക്സാമ്പിൾ പോലെ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഏത് മെത്തേഡിലും നമുക്ക് ഈ ഒരു ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാൻ പറ്റും. ഇപ്പം നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആ ഒരു ഇൻഡെക്സ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ടൈം റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സിൻ്റെ ഡാറ്റാസ് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ നമുക്ക് P0 ഉണ്ട്, അതുപോലെ തന്നെ P1 ഉണ്ട്. സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 എന്നുള്ളതാണ്. സോ നമ്മളതിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും സിഗ്മ P0യും P1 നമുക്ക് കണ്ടുപിടിക്കാം. സിഗ്മ P0 എന്ന് പറയുന്നത് 40, അതുപോലെ തന്നെ നമുക്ക് P1ൻ്റെ ടോട്ടൽ ഇടുന്നത് 46 ആണ്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടൈം റിവേഴ്സലിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ സിഗ്മ P0 1 ഇൻറ്റു സിഗ്മ P10 ഈക്വൽ ടു 1 നമുക്ക് കിട്ടണം. സോ P0 1 എന്ന് പറയുന്നത് സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ആണ് നമുക്കറിയാം. ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ് കിട്ടേണ്ടത്? സിഗ്മ ഇത് Pയുടെ 1 എന്നുള്ളത് 0 ആയിട്ട് മാറും. സോ P0 ഡിവൈഡഡ് ബൈ സിഗ്മ P1 ഈക്വൽ ടു 1 കിട്ടണം. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സിഗ്മ P1 എന്ന് പറയുന്നത് 46 ആണ്. ദെൻ സിഗ്മ P0 എന്ന് പറയുന്നത് 40 ആണ്. ഇൻറ്റു സിഗ്മ P0 40 ഡിവൈഡഡ് ബൈ സിഗ്മ P1 എന്ന് പറയുന്നത് 46. സോ കണ്ട വെട്ടി പോകുന്നതായിരിക്കും. സോ ഈക്വൽ ടു 1 കിട്ടുന്നു. ഇതേപോലെ തന്നെ അതായത് പാസ്കീയുടെ അതുപോലെ തന്നെ മാർഷലിൻ്റെ ആയാലും ഫിഷേഴ്സിൻ്റെ ആയാലും സിമ്പിൾ അഗ്രിഗേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡാണോ അതിനകത്ത് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വേയിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ടെസ്റ്റാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് പ്രൈസ് ഇൻഡെക്സ് അതിൻ്റെ ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ട്രൂ വാല്യൂ റേഷ്യോ കിട്ടുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ്. മറ്റൊരു ടെസ്റ്റ് വരുന്നതാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് P01 ഇൻറ്റു Q01 ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ട്രൂ റേഷ്യോ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുക. അതായത് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 എന്നുള്ളത് ഒരു ട്രൂ റേഷ്യോ ആണ്. അതുകൊണ്ടാണ് ഈ
P01 അതുപോലെ തന്നെ Q01 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാല്യൂ, ഈ ഒരു റേഷ്യോ നമുക്ക് കിട്ടണം എന്ന് പറയുന്നതാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനകത്ത് ചെക്ക് ചെയ്യാം. സോ ഇതിനകത്ത് Q01 കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്, P01 നമുക്കറിയാം നമുക്കുള്ള ഇക്വേഷനാണ്. Q01 എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇക്വേഷനിൽ P എന്ന് കിടക്കുന്നതെല്ലാം Q ആയിട്ടും അതുപോലെ തന്നെ Q എന്ന് കിടക്കുന്നതെല്ലാം P ആയിട്ടും ചേഞ്ച് ചെയ്യാം. ഇക്വേഷനിൽ ഈ ഒരു ചേഞ്ച് വരുത്തിക്കാൻ നമുക്ക് Q01 കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതൊക്കെ ഫോർമുലാസ് ആണ് ഈ ഒരു ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. നമുക്ക് മെയിൻ ആയിട്ടുള്ള 3 ഫോർമുല എന്ന് പറയുന്നത് ലാസ്പിയേഴ്സിൻ്റെയും പാസ്കിയുടെയും ഫിഷേഴ്സിൻ്റെയാണ്. അതിൻ്റെ 3ൻ്റെയും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലാസ്പിയേഴ്സിൻ്റെ മെത്തേഡാണ്. ലാസ്പിയേഴ്സ് ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് P01 ഇൻറ്റു Q01 അതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ അത് ഈക്വൽ ടു ഈ ഒരു റേഷ്യോ കിട്ടുമോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോണേ. സോ P01 എന്ന് പറയുന്നത് ലാസ്പിയേഴ്സിൻ്റെ ഫോർമുല തന്നെയാണ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0. ദെൻ Q1 കിട്ടാൻ വേണ്ടി Q01 കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് P ഉള്ളതെല്ലാം Q ആക്കുക, Q ഉള്ളതെല്ലാം P ആക്കുക. സോ സിഗ്മ Q1, ഈ 1ലും 0ലും ഒന്നും ഡിഫറൻസ് വരുന്നില്ല, Pയിലും Qയിലും ആണ് ഡിഫറൻസ് വരാം. സോ ഇൻറ്റു ചെയ്യേണ്ടത് സിഗ്മ Q1 P0, ദെൻ സിഗ്മ P ഉള്ളത് മാറി Q ആവുന്നു 0, അതുപോലെ തന്നെ Q മാറി P ആയി 0. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് ഈക്വൽ ടു ഈ ഒരു റേഷ്യോ നമുക്ക് എഴുതാം സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഈക്വൽ ആവുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. സോ നമുക്കിവിടെ നോക്കിക്കഴിയുമ്പോൾ ഒന്നിനെ പോലും വെട്ടാൻ പറ്റില്ല, ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് വെട്ടിപ്പോകാനില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാസ്പിയേഴ്സിൻ്റെ ഫോർമുലയ്ക്ക് സാധിക്കില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാസ്കിയുടെ ഫോർമുലയാണ്. സോ അതിനകത്ത് P01 ഇൻറ്റു Q01 എന്ന് പറയുന്നത് ഇക്വേഷൻ അനുസരിച്ച് P01 നമുക്കറിയാം സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1. ഇനി ഇതിൻ്റെ ആ ഒരു ഫോർമുലയിലേക്ക് പോകാം. അതായത് Q01 നമുക്ക് എഴുതാം സിഗ്മ P എന്ന് പറയുമ്പോൾ Q1, ഇനി Q മാറ്റി ഇവിടെ P ആകുന്നു P1 ഡിവൈഡഡ് ബൈ സിഗ്മ P മാറ്റി Q ആയി, ദെൻ Q മാറി P വന്നു. ഇനി ആ ട്രൂ റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ് നോക്കണ്ടേ. സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0. സോ ഇതിനകത്ത് നമുക്കൊന്നും തന്നെ വെട്ടാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് ഈ ഒരു പാസ്കിയുടെ ഫോർമുല നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഫിഷേഴ്സിൻ്റെ ഫോർമുല നോക്കാം. ഫിഷേഴ്സിൻ്റെ ഫോർമുലനകത്ത് നമുക്ക് ചെയ്യേണ്ടത് P0 ഇൻറ്റു P01 ഇൻറ്റു Q01 ചെയ്ത് നോക്കാം. P01 എന്ന് പറയുന്നത് ഫിഷേഴ്സിൻ്റെ ഫോർമുല തന്നെയാണ്. സോ റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1. എഴുതിയിട്ടുണ്ട്. ഇനി ഇൻറ്റു Q1 ചെയ്യാന്നുള്ളതാണ്. അതായത് P ഉള്ളതെല്ലാം Q ആക്കാം, Q ഉള്ളതെല്ലാം P ആക്കാം. സോ നമുക്ക് വരുന്നത് സിഗ്മ Q1 P0 ഡിവൈഡഡ് ബൈ സിഗ്മ P മാറി Q0 P0 ഇൻറ്റു സിഗ്മ Q1 P1 ഡിവൈഡഡ് ബൈ സിഗ്മ Q0 P1. സോ അത് ഈക്വൽ ടു വരേണ്ടത് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0നോട് ഈക്വൽ വരണം. നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ നോക്കുമ്പോൾ ഏതൊക്കെയാണ് വെട്ടിപ്പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സിഗ്മ P1 Q0 ഇനി വെട്ടാനായിട്ട് എവിടെ ഉള്ളത് നോക്കാം. ഇനി ഇവിടെ വെട്ടാനുള്ളത് P1 Q0 P1 Q0. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ദെൻ P0 Q0നെ കട്ട് ചെയ്യാനായിട്ട്
മുകളിലൊന്നും തന്നെ P0 Q0 ഇല്ല. സോ അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ദെൻ P1 Q1 കട്ട് ചെയ്യാൻ അടിയിൽ എന്തെങ്കിലും ഉണ്ട് നോക്കാം. P1 തന്നെ Q1, സോ അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നത് P1 Q1 ആണ്. P1 Q1നെ കട്ട് ചെയ്യാനായിട്ട് P1 അല്ല 0 ആണ്ടോ, P0 Q1, ഈ P0 Q1നെ കട്ട് ചെയ്യാനായിട്ട് P0 Q1. സോ ഇതുമായിട്ട് കട്ട് ചെയ്ത് പോകും. ദെൻ ഇവിടെ നിൽക്കുന്നത് സിഗ്മ P0 Q0 P0 ആണ്. അതിനെ കട്ട് ചെയ്യാനായിട്ട് ഇനി മുകളിൽ ഒന്നും തന്നെ ഇല്ല. സോ ഇതും ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഇതും ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. സോ കുറച്ച് കാര്യങ്ങൾ വെട്ടിപ്പോയി, കുറച്ച് കാര്യങ്ങൾ അങ്ങനെ തന്നെ നിന്നു. സോ നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഫിഗറിനെ ഒന്നുകൂടി എഴുതാം. സോ കട്ട് ചെയ്ത് പോകുന്ന പറയുന്നത് ഇതുണ്ട്. സോ സിഗ്മ P1 Q1 അവിടെ തന്നെ ഉണ്ട്, ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 നിൽക്കുന്നുണ്ട്, ഇൻറ്റു ദെൻ ഇവിടെ നിൽക്കുന്നത് ഇത് കട്ട് ചെയ്ത് പോയിട്ടില്ല. സോ സിഗ്മ Q1 P1 ഡിവൈഡഡ് ബൈ സിഗ്മ Q0 P0. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ്. സ്ക്വയർ റൂട്ടിനുള്ളിലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0. ഇതിൻ്റെ രണ്ടവണ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോഴും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിൻ്റെ റൂട്ടായിരിക്കും ഈ ഒരു വാല്യൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിഷേഴ്സിൻ്റെ ഫോർമുല നമ്മുടെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റൂട്ടിലാണെന്നുള്ളത് ഓർക്കണം. ഇത് ഇങ്ങനെ വന്നതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. റൂട്ടിനകത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ഒരു വാല്യൂ ആയിട്ട് ഈക്വൽ ആകും. റൂട്ടിനകത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ സോ ഇതിനകത്ത് ഒരു വാല്യൂ ഉള്ള വരുള്ളൂ. സോ ഇതിൻ്റെ വാല്യൂ ഈ ഒരു വാല്യൂ ഇട്ട്, അതായത് Q1 P1 എന്ന് പറയുന്നതും P1 Q1 എന്ന് പറയുന്നത് ഈക്വൽ തന്നെയാണ്. അതുപോലെ തന്നെ Q0 P0 അത് രണ്ടായാലും ഈക്വൽ ആണ്. ഇൻറ്റുവിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഈക്വൽ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിഷേഴ്സിൻ്റെ ഫോർമുല ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വേറെ ഫോർമുലാസ് ഒന്നും തന്നെ, അതായത് പാസ്കിയുടെയും ലാസ്പ്ലേസിൻ്റെ ഫോർമുലാസ് ഒന്നും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്ന ടെസ്റ്റാണ് സർക്കുലർ ടെസ്റ്റ്. ടൈം റിവേഴ്സൽ ടെസ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ഒരു ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് അനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ ഒരു സർക്കുലർ ഫാഷനിൽ മൂവ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന ടെസ്റ്റാണ് കമ്മോഡിറ്റി റിവേഴ്സൽ ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് എല്ലാ ഇൻഡെക്സ് നമ്പറും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അതായത് ഓർഡേഴ്സ് എത്ര മാറി വന്നു കഴിഞ്ഞാലും ഈ ഒരു ഇൻഡെക്സ് നമ്പർ എപ്പോഴും ചേഞ്ച് ചെയ്ത് തന്നെ നിലനിൽക്കണം. ഇത്രയും ടെസ്റ്റുകളാണ് യൂഷ്വലി ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് നോക്കാം. ഈ ഒരു ഇൻഡെക്സ് ബേസ് ചെയ്തിരിക്കുന്നത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കൺസ്യൂമറെ എഫക്റ്റ് ചെയ്യുന്ന പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഈ ഒരു ഇൻഡെക്സ് വഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഡിസിഷൻ എബൌട്ട് ക്ലാസ് ഓഫ് പീപ്പിൾ, സ്കോപ്പ് ആൻഡ് ഏരിയ. അതായത് ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ എടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ് എത്രയാണ്, എത്രമാത്രം ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ഡിസിഷൻ എബൌട്ട് ദ ഐറ്റംസ് ടു ബി സെലക്റ്റഡ്. അതായത് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ആണെങ്കിലും അവർ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ റേഷ്യോ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തരും ഓരോ ഐറ്റമും ഓരോ പ്രപ്പോർഷനിലായിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിക്കുന്ന ഡിസിഷനും കറക്റ്റ്ലി നമ്മൾ എടുത്തിരിക്കണം. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് കണ്ടക്ടിങ് ഫാമിലി ബഡ്ജറ്റ് എൻക്വയറി. അതായത് ഓരോ ഫാമിലിയും എത്രമാത്രം എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതാണ് പ്രൈസ് കൊട്ടേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇൻഡെക്സിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പ്രൈസ് കൊട്ടേഷൻ. അതായത് ഓരോയിടത്തും പ്രൈസ് വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസ് കൊട്ടേഷന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അതുപോലെ തന്നെ ബേസ് പീരീഡും പ്രോപ്പർ വെയ്റ്റും അതെന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതും കറക്റ്റ്ലി നമ്മൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഈ ഒരു ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ മെത്തേഡ്സും അത് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലവും നമുക്കിനി നോക്കാം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന്
കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് അനുസരിച്ചിട്ടാണ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. യൂഷ്വലി 2 മെത്തേഡാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുക. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, രണ്ടാമത്തെയാണ് ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ്. ഈ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ, അത് ക്വാണ്ടിറ്റി, പ്രൈസ്, ഈ 2 ഡാറ്റാസ് നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. സോ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. സോ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് വേറെ, അതായത് വെയിറ്റ് തന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫാമിലി ബഡ്ജറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും: സിഗ്മ IV ഡിവൈഡഡ് ബൈ സിഗ്മ V. I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ഇൻഡെക്സ് നമ്പറാണ്, റിലേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു, ചിലപ്പോൾ നമുക്ക് ഇൻഡെക്സ് തന്നെ തന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ I കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാം. സോ ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് വരിക. സോ നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ വേറൊരു പേരാണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കുമ്പോൾ ഇൻഡെക്സും വെയിറ്റുമാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫോർമുല നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇൻഡെക്സും വെയിറ്റും വരുന്നത് ഫാമിലി ബഡ്ജറ്റ് മെത്തേഡിലാണ്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റനിൽ യൂസ് ചെയ്യേണ്ടത് ഫാമിലി ബഡ്ജറ്റ് മെത്തേഡാണ്. ഡാറ്റാസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഏത് മെത്തേഡ് വേണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പം നമ്മുടെ ഈ ക്വസ്റ്റനിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ വെയിറ്റും ഇൻഡെക്സും ആണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ക്വസ്റ്റനിലുള്ള ഡാറ്റാസ് എല്ലാം ഒരു ടേബിൾ ഫോമിലേക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ആദ്യം തന്നെ കമ്മോഡിറ്റീസ്, പിന്നെ ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ IV ഡിവൈഡഡ് ബൈ സിഗ്മ V എന്നുള്ളതാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ IV കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ വിയുടെ സിഗ്മ നമ്മൾ എല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ 13 നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇനി I ഇൻറ്റു V 350 ഇൻറ്റു 5 പറയുന്നത് 1750. അതുപോലെ തന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നത് 400, 720, 150, 500. സോ ഇനി ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3520 ആണ്. നേരിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 3520 ഡിവൈഡഡ് ബൈ 30. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 270.77 ആണ്. സോ ഇതാണ് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൈസ് ഇൻഡെക്സുകളെ പറ്റിയിട്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് എന്നാണ്. അതായത് ഫിസിക്കൽ വോളിയത്തിൽ ഉണ്ടാകുന്ന ഗുഡ്സിൻ്റെ ചേഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഇക്വേഷൻസ് ചെറിയൊരു ചേഞ്ചാണ് വരുള്ളൂ. നമ്മൾ ഇക്വേഷൻസ് മെത്തേഡുകളെല്ലാം സെയിം തന്നെയാണ് വരിക. ഇക്വേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? നമ്മുടെ ക്യൂ ഇട്ടിരുന്ന സ്ഥലത്ത് നമ്മൾ P എന്ന് റീപ്ലേസ് ചെയ്യുന്നു, P എന്നിട്ട സ്ഥലത്ത് Q എന്ന് റീപ്ലേസ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി ഇൻഡെക്സിൽ ആകെ ഒരു ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന ഫോർമുലാസ് എല്ലാം ഏറെക്കുറെ സിമിലർ ആണ്. പഠിച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രൈസ് ഇൻഡെക്സിൽ Q ഇട്ടിരുന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ Pയിലേക്ക് ചേഞ്ച് ചെയ്യും. P ഇട്ടിരുന്ന സ്ഥലത്തെല്ലാം Q ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോ ഫോർമുലാസ് ആയിട്ട് നോക്കാം. ഫിഷേഴ്സിൻ്റെ ഫോർമുല വരുമ്പോൾ അതിൻ്റെ ഫോർമുല ചേഞ്ച് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. P Q അത് രണ്ടും റീപ്ലേസ് ചെയ്യപ്പെടുന്നത് മാത്രം. സോ ഫോർമുല ഇങ്ങനെയാണ് വരിക: റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ Q0 P0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ Q0 P1 ഇൻറ്റു 100. സോ ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് പിയേഴ്സിൻ്റെ ഫോർമുല ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സിഗ്മ Q1 P0 ഡിവൈഡഡ് ബൈ സിഗ്മ Q0 P0 ഇൻറ്റു 100. ഇനി അതുപോലെ തന്നെ പാസ്കീയുടെ വരുമ്പോൾ സിഗ്മ Q1 P1 ഡിവൈഡഡ് ബൈ സിഗ്മ Q0 P1 ഇൻറ്റു 100. സോ ഇനി നമുക്ക് വെയ്റ്റഡ് ആവറേജ് റിലേറ്റീവ് മെത്തേഡ് നോക്കാം. അതിനകത്ത് ഒരു ഇക്വേഷൻ അതുപോലെ തന്നെ വരാം: സിഗ്മ IV ഡിവൈഡഡ് ബൈ V. ഇതിനകത്ത് V എന്ന് പറയുന്നത് വെയിറ്റ്, അത് അതുപോലെ തന്നെ ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് I ആണ്. I നമ്മൾ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 ആയിരുന്നു. സോ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആണ്. ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ Q ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടൻസ് വരും. സോ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് I ഈക്വൽ ടു Q1 ഡിവൈഡഡ് ബൈ Q0 ഇൻറ്റു 100 എന്നാണ് വരിക.
നമുക്ക് ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം ക്വാണ്ടിറ്റി ഇൻഡെക്സിൻ്റെ ചെയ്യാം. ബാക്കിയെല്ലാം ഈ ഇക്വേഷൻ ഇട്ടെടുത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതുകൊണ്ട് തന്നെ ഒരു മെത്തേഡ് മാത്രം നമുക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സിഗ്മ ആ ഒരു അവസാനത്തെ ലാസ്റ്റ് വരുന്ന ഐ വിയുടെ ഇക്വേഷൻ ഇട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സിഗ്മ ഐ വി ഡിവൈഡഡ് ബൈ വി വരുന്ന ഇക്വേഷൻ ഇട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് ഐറ്റം ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ വെച്ച് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടേബിൾ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ടേബിൾ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഐറ്റംസ് എല്ലാം എഴുതാം. നമുക്കുള്ള ഡാറ്റാസ് എല്ലാം ഇനി എഴുതിയിട്ടുണ്ട്. ഇനി ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് Q1 ഡിവൈഡഡ് ബൈ Q0 ഇൻറ്റു 100 ആണ്. സോ ഇവിടെ Q1 എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 എന്ന് പറയുന്നത് 120 ആണ് കിട്ടുക. അതുപോലെ തന്നെ 10 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 100 ചെയ്യുമ്പോൾ കിട്ടുന്നത് 125. 15 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 100 ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് 125 തന്നെ. സോ വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5, 4, 3. വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഐ ഇൻറ്റു വി ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 120 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 600, ദെൻ 125 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 500, ദെൻ നമുക്ക് കിട്ടുന്നത് 375. സോ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്, ഇതിൻ്റെയും ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. ടോട്ടൽ വെയിറ്റിൻ്റെ കോളം വരുന്നത് 12 ആണ്. അതുപോലെ തന്നെ ഐ വിയുടെ ടോട്ടൽ വരുന്നത് 1475. സോ ഇത് നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് ഇടാം. സിഗ്മ ഐ വി ഡിവൈഡഡ് ബൈ വി എന്ന് പറയുമ്പോൾ സിഗ്മ ഐ വി വന്നിരിക്കുന്നത് 1475 ആണ്. ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് 122.91. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഇൻഡെക്സ് കാണുന്നത്. ഇതുപോലെ തന്നെ എല്ലാ മെത്തേഡിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രൈസ് ഇൻഡെക്സും ക്വാണ്ടിറ്റി ഇൻഡെക്സും പറഞ്ഞു. ഇനി പറയുന്നതാണ് വാല്യൂ ഇൻഡെക്സ് നമ്പർ. വാല്യൂ ഒരു കമ്മോഡിറ്റിയുടെ നമ്മൾ പറയുന്നത് പ്രൈസിൻ്റെയും ക്വാണ്ടിറ്റിയുടെയും പ്രോഡക്റ്റ് ആയിട്ടാണ്. ഈ ഒരു വാല്യൂ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. പറഞ്ഞിരുന്നു ഇൻഡെക്സ് നമ്പർ സ്പെഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ അതിലൊരെണ്ണമാണ് ഇൻഡെക്സ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ചേഞ്ച് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് യൂസ് ചെയ്യുക. അതൊരു ബേസ് പീരീഡിനെ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. സിഗ്മ ഐ വി ഡിവൈഡഡ് ബൈ സിഗ്മ വി. വി എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. ഐ എന്ന് പറയുന്നത് നമുക്കറിയാം റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ആണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് Q1 ഡിവൈഡഡ് ബൈ Q0 ഇൻറ്റു 100 എന്ന ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ടാണ്. ഇൻഡെക്സ് വാല്യൂൻ്റെ കൺസ്ട്രക്ഷനുള്ള മെത്തേഡാണ് ഫിക്സഡ് ബേസ് ആൻഡ് ചെയിൻ ബേസ് മെത്തേഡ്. ഇതിൽ ആദ്യം തന്നെ ഫിക്സഡ് ബേസ് മെത്തേഡ് എന്താണെന്ന് പറയാം. ഫിക്സഡ് ബേസ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമുക്ക് ഒരു പ്രൈസിൻ്റെ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒരു നമ്പർ ഓഫ് പീരീഡിലേക്കാണ്. സോ അതിൽ ഒരു പീരീഡിനെ ബേസ് പീരീഡായിട്ട് വെച്ചുകൊണ്ട് ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഫിക്സഡ് ബേസ് മെത്തേഡ്. ഫിക്സഡ് ബേസ് വെച്ച് നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ഫിക്സഡ് ബേസ് നമ്പർ ഫോർ എനി ഇയർ, ഏത് വർഷത്തെ ഫിക്സഡ് ബേസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലും ഈ ഇക്വേഷൻ തന്നെയാണ്. പ്രൈസ് ഫോർ ദാറ്റ് ഇയർ, ആ വർഷത്തെ പ്രൈസ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ഫിക്സഡ്, നമ്മൾ ഏത് ഇയർ ആണോ ബേസ് ഇയർ ആയിട്ട് തീരുമാനിക്കുന്നത് ആ ഇയറിൻ്റെ പ്രൈസ് ഇൻറ്റു 100. സോ നമുക്ക് ഈ ഫിക്സഡ് ബേസ് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫിക്സഡ് ബേസ് ഇൻഡെക്സ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബേസ് ഇയർ പറഞ്ഞിരിക്കുന്നത് 2000 ആണ്. സോ നമ്മുടെ ബേസ് ഇയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 2008 വരെയുള്ള ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഫിക്സഡ് ബേസ് വെച്ചിട്ട് എങ്ങനെയാണ് എല്ലാ വർഷത്തെയും ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിനെ ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ നമ്മൾ ഇങ്ങനെയാണ് ടേബിൾ വരച്ചത്. ഇയർ, പ്രൈസ്, അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലുള്ള ഇയറും പ്രൈസും ഫില്ല് ചെയ്യാം. നമുക്കിങ്ങനെയാണ് ആ ഒരു പ്രോബ്ലത്തിൽ ഡാറ്റാസ് തന്നിരിക്കുന്നത്. ഇയറും തന്നിട്ടുണ്ട്, പ്രൈസും തന്നിട്ടുണ്ട്. സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എല്ലാ വർഷത്തെയും ഇൻഡെക്സ് നമ്പറാണ്. സോ നമുക്ക് ബേസ് ഇയർ തന്നിരിക്കുന്നത് 2000 ആണ്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ നമുക്ക് അസ്യൂം ചെയ്യാം 100 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. നമ്മൾ ഫിക്സഡ് ബേസ് ചെയ്യുമ്പോൾ എപ്പോഴും ബേസ് ഇയറിൻ്റെ ഇൻഡെക്സ് നമ്പർ 100 ആയിട്ടാണ് എഴുതാറുള്ളത്. സോ ഇനി നമുക്ക് ഓരോന്നിൻ്റെയും അതിന് താഴെയുള്ള എല്ലാത്തിലേക്കും 2001 തുടങ്ങി ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, പ്രൈസ് ഓഫ് ദാറ്റ് ഇയർ. സോ ഇപ്പോൾ ഈ വർഷത്തെ 2001 പ്രൈസ് എന്ന് പറയുന്നത് 5 ആണ്. ഡിവൈഡ് ചെയ്യേണ്ടത് പ്രൈസ് ഓഫ് ഫിക്സഡ് ബേസ് ഇയർ. ഫിക്സഡ് ബേസ് ഇയർ എന്ന് പറയുന്നത് 4 ആണ്. സോ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ വർഷത്തെ 125. അതുപോലെ തന്നെ എല്ലാ വർഷത്തെയും ഇവിടെ വരുമ്പോൾ കറണ്ട് ഇയർ പ്രൈസ് 6 ആണ്. സോ നമ്മുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു 100, വാല്യൂ കിട്ടുന്നത് 150. അതുപോലെ തന്നെ എല്ലാ വർഷത്തെയും നമുക്ക് ചെയ്യാം. 7 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100, 8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100, ദെൻ ഇവിടെ 10 ആണ്, 10 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100, 9 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100, 10, ഇവിടെ വരുമ്പോൾ 11 ആവുന്നു. സോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ എഴുതാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 175, 200, 250, 225, 250, ദെൻ 275. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫിക്സഡ് ബേസിൻ്റെ മെത്തേഡിൽ നമ്മൾ എല്ലാ വർഷത്തെയും ഇൻഡെക്സ് ആണ്. ഓർക്കുക, ബേസ് ഇയറിൻ്റെ ഇൻഡെക്സ് നമ്പർ എപ്പോഴും 100 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ചെയിൻ ബേസ് മെത്തേഡ്. നേരത്തെ വരുന്ന മെത്തേഡിൽ നമ്മൾ ചെയ്തത് ഒരു ബേസ് പീരീഡ് വെച്ചിട്ടായിരുന്നു ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു ചെയിൻ ബേസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ വർഷത്തെയും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എടുക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ബേസിസിലാണ്. ഇങ്ങനെ ഒരു പ്രിസീഡിങ് പീരീഡിനെ ബേസ് ചെയ്തിട്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ചെയിൻ ബേസ് മെത്തേഡ്. ബേസിൽ നമ്മൾ ഇക്വേഷൻസ് ഇങ്ങനെയാണ് വരിക. പ്രൈസ് ഫോർ ദി കറണ്ട് ഇയർ, നമ്മുടെ കറണ്ട് ഇയറിൻ്റെ പ്രൈസ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഇൻ ജസ്റ്റ് പ്രിസീഡിങ്, അതായത് തൊട്ട് മുമ്പത്തെ വർഷത്തെ പ്രൈസ് എത്രയാണോ അത് ഇൻറ്റു 100. ഇതിൻ്റെയും ഓർക്കേണ്ടത് ബേസ് ഇയറിൻ്റെ എപ്പോഴും ഇൻഡെക്സ് വരുന്നത്, അതിൻ്റെ ലിങ്ക് റിലേറ്റീവ് വരുന്നത് എപ്പോഴും 100 തന്നെയായിരിക്കും. സോ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് ഇയറും പറഞ്ഞിട്ടുണ്ട്, പ്രൈസും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ലിങ്ക് റിലേറ്റീവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ടേബിൾ വരച്ചിട്ടുണ്ട്, ഇയർ, പ്രൈസ്, അതുപോലെ തന്നെ ആ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ലിങ്ക് റിലേറ്റീവ്, അതിൻ്റെ ഒരു കോളം വരച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റിലുള്ള ഇയറും പ്രൈസും നമുക്ക് കറക്റ്റായിട്ട് എഴുതാം. സോ നമ്മളെല്ലാ ഇയറും എഴുതിയിട്ടുണ്ട്, ഇനി പ്രൈസ് എഴുതാം. നമ്മളെല്ലാ പ്രൈസും എഴുതിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ലിങ്ക് റിലേറ്റീവ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. സോ നമുക്ക് ബേസ് ഇയറിൻ്റെ, അതായത് ആദ്യത്തെ വർഷത്തെ നമ്മൾ എടുക്കുന്നത് എപ്പോഴും 100 തന്നെയായിരിക്കും ലിങ്ക് റിലേറ്റീവ് എടുക്കുക. നമ്മൾ ബേസിൻ്റെ അകത്ത് ആ മെത്തേഡിൽ ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് ആദ്യത്തെ വർഷത്തെ ബേസ് ഇയറിൻ്റെ എപ്പോഴും നമ്മൾ 100 തന്നെയാണ് എടുക്കുക. സോ നെക്സ്റ്റ് ഇനി വരുന്നതെന്ന് പറയുന്നത് ഓരോ വർഷത്തെയും ലിങ്ക് റിലേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രൈസ് ഫോർ ദി കറണ്ട് ഇയറിൻ്റെ പ്രൈസ് എത്രയെന്ന് നോക്കാം. ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പത്തെ വർഷം, അതായത് ഇവിടെ വരുമ്പോൾ 50 ആണ് തൊട്ട് മുമ്പത്തെ വർഷം, ഇൻറ്റു 100. സോ നമ്മുടെ ലിങ്ക് റിലേറ്റീവ് എന്ന് പറയുന്നത് 130. ദെൻ ഈ വർഷത്തെ വരുമ്പോൾ 60, 60ക്ക് തൊട്ട് മുമ്പുള്ളത് ഏതാ കിടക്കുന്നത് 65 ഇൻറ്റു 100. സോ വാല്യൂ വരുന്നത് 92.31. അതുപോലെ തന്നെയാണ് എല്ലാ വർഷത്തെയും 72 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100, 70 ഡിവൈഡഡ് ബൈ 72 ഇൻറ്റു 100, 69 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100, then 75 divided by 69 into 100, 84 divided by 75 into 100, then last the 80 divided by 84 into 100. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ഇതിൻ്റെ വരുന്നത് 120 ആണ്, ദെൻ 97.22, ദെൻ ഇതിൻ്റെ വരുന്നത് 98.57, then 108.7, then 112, 95.112, sorry 95.24. സോ നമ്മൾ ഈ ഒരു ചെയിൻ ബേസിനകത്ത് ഇങ്ങനെയാണ് ലിങ്ക് റിലേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഇനിയൊരു 3 കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ തിയറീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെയാണ് ഡീഫ്ലേറ്റിംഗ്. പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചിന് അലവൻസ് കൊടുത്തുകൊണ്ട് മണിയുടെ റിയൽ വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീഫ്ലേറ്റിംഗ് വഴിയായിട്ട് പ്രൈസ് ചേഞ്ചിലുണ്ടാകുന്ന എഫക്റ്റുകൾ റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഒരു മണിയുടെ റിയൽ വാല്യൂ ഇതുവഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റാണ് സ്പ്ലൈസിങ്. ഡിഫറെൻറ്റ് ബേസ് ഇയറിലുള്ള ഇൻഡെക്സ് നമ്പറുകളുടെ സീരീസുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കോമൺ ബേസ് ഇയറിലേക്ക് കൊണ്ടുവരുന്നതിനാണ് സ്പ്ലൈസിങ് എന്ന് പറയുക. ഈ ഒരു സ്പ്ലൈസിങ് വഴിയായിട്ട് ന്യൂ ഇൻഡെക്സ് നമ്പേഴ്സിനെയും അതുപോലെ തന്നെ ഓൾഡ് ഇൻഡെക്സ് നമ്പേഴ്സിനെയും കമ്പയർ ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു യൂസ് തന്നെയാണ് ഈ ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സീരീസിൻ്റെ ബേസ് ഇയർ അത് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊന്നായിട്ട് റീകാൽക്കുലേറ്റ് ചെയ്ത് ഒരു പുതിയ ബേസ് ഉണ്ടാക്കുന്നതിനെയാണ് ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറയുക. ചില റീസൺ കൊണ്ടാണ് ബേസ് ഫിറ്റിംഗ് ചെയ്യാറുള്ളത്. അതായത് നമ്മുടെ ബേസ് ഇയറും കറണ്ട് ഇയറായിട്ട് വല്ലാത്തൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കമ്പാരിസൺ വളരെ ബുദ്ധിമുട്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബേസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.